ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ബീട്രൂട്ട് പച്ചടി. ഈസി ആയിട്ട് എങ്ങനെ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 200-250 ഗ്രാം ഉണ്ടാവും. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുഴുവനും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ചെറിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കടുക് ഇതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ പച്ചടിക്ക് വേണ്ട അരവ് റെഡി ആയിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് ബീട്രൂട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരവ് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരവ് ചേർത്ത് കൊടുക്കാൻ. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ചില സ്ഥലങ്ങളിൽ പച്ചടി റെഡിയാക്കുമ്പം ജീരകവും കടുകും ചേർക്കാറില്ല. അപ്പോൾ അത് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കടുകും ജീരകവും ചേർക്കാറുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം മാത്രമേ ഇതിൽ തൈര് ചേർക്കാവൂ. ചൂടോടുകൂടി ഒരിക്കലും തൈര് ചേർക്കരുത്. അങ്ങനെ ഇതിപ്പം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 1/4 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ അത് പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസും അറിയിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.